ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കടയിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കല്യാണത്തിന് പോയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാ കടകളിലും സാധനം കൊടുക്കാൻ പറ്റുമോയെന്നറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് സാധനങ്ങളെ കൊണ്ടുപോകുന്നുള്ളൂ. നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് മഴ പൊടിക്കുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ നനയുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് മേലാമുറി പോയി നമ്മളുടെ ഹോൾസെയിൽ ഷോപ്പിലൊക്കെ നമ്മൾ വെച്ച പ്രോഡക്റ്റ്സൊക്കെ തീർന്നിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ അത്യാവശ്യം 1-2 കടകളിലേക്ക് സാധനങ്ങൾ കൊടുക്കാനും ഉണ്ട് കേട്ടോ. അവർ ഓർഡർ തന്നതാണ്. അപ്പോൾ ഗ്രീബീസ് ഇതൊക്കെ നമ്മൾ 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അതൊക്കെ 10 പാക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കാനും ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ, ഒരു സഞ്ചിയിലുള്ള സാധനങ്ങളെ എടുക്കുന്നുള്ളൂ. വീഡിയോ പിടിക്കാൻ നേരത്തെ കുത്തിയിരുന്ന് സംസാരിച്ചിട്ട് അവസാനം നോക്കുമ്പോൾ പിള്ളേരുടെ ബഹളമാണ് കേട്ടോ മൊത്തം. പിന്നെ നമ്മുടെ ഇവിടെ കോഴിയുണ്ട്, കോഴിയുടെ കൂവലാണ് കൂടുതലും എൻ്റെ വീഡിയോയിൽ കേൾക്കാറുള്ളത്. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ അതെല്ലാം മാറ്റിയിട്ട് വോയിസ് ഓവർ കൊടുത്തതാണ്. അപ്പോൾ ചിലരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, ലിപ് മൂവ്മെൻറ്റും സംസാരവും തമ്മിൽ ഒരുപാട് മാറ്റം ഉണ്ടല്ലോ എന്ന്. ചിലതൊക്കെ ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത് ഫോണിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മാറ്റം തോന്നുന്നത്. ചിലത് സംസാരിച്ച് കഴിയുമ്പം നമുക്ക് തോന്നും ഇതൊന്നും വേണ്ടാന്ന്, അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെ എന്തോ ആണെങ്കിലും നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വരാം. വൈകിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ചിലപ്പം ഒത്തിരി ഇരുട്ടും. അതുകൊണ്ട് ഞാൻ ഒരുപാട് കടകളിൽ കയറുന്നില്ല. അത്യാവശ്യം ഒരു സഞ്ചിക്കകത്തുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ഏരിയകളുണ്ട്, അവിടെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് മാർക്കറ്റിലോട്ടും കയറിയിട്ട് സാധനങ്ങൾ വല്ലതും വേണമെങ്കിൽ എടുത്തുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ലായിരുന്നു കേട്ടോ. ചെറുതായിട്ട് പൊടിച്ചിട്ട് അങ്ങ് പോയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കടകളിലെല്ലാം സാധനങ്ങൾ കൊടുത്ത് തീർന്നു. ഏകദേശം എല്ലാം തീർന്നു കേട്ടോ. നമുക്ക് 2-3 ബോർഡ് ബാലൻസ് വന്നുള്ളൂ. അപ്പോൾ കച്ചവടമൊക്കെ കഴിഞ്ഞ് നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കണ്ട. എനിക്ക് ഇനി ഇവിടുന്ന് സാധനങ്ങൾ എടുക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾ എണ്ണി നോക്കാൻ പറ്റാറില്ല. വഴിയിലായിരിക്കും കുറേ ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ പൈസ എടുത്ത് എണ്ണി നോക്കുന്നത് എങ്ങനെ. അപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ ഇരുന്ന് എണ്ണി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറേ ഉണ്ടെങ്കിൽ തരാൻ. പൈസ ആർക്കും ആവശ്യമില്ലാത്തല്ലേ. അപ്പോൾ ഞാൻ സാധനങ്ങൾ കൊടുക്കാൻ പോയ കടയിലൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐഷ സ്റ്റോറിൽ ഞാൻ മിഠായിയും ചെറിയും ഇതൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മിഠായിയൊക്കെ തീർന്ന് കിടക്കുകയാണ്. അപ്പോൾ എനിക്കതൊക്കെ എടുക്കണം. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ഓട്സിൻ്റെ മിഠായി ഉണ്ടല്ലോ, നല്ല അടിപൊളി മിഠായിയാണ് കേട്ടോ. ഇതിങ്ങനെ ഹോൾസെയിലായിട്ട് കച്ചവടക്കാർ എടുത്തുകൊണ്ട് പോകുന്ന ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു സബ്സ്ക്രൈബർ സാധനം എടുക്കാൻ വന്നിട്ട് പറയാം, ഇത് കണക്കത്തെ മിഠായൊന്നും ഞങ്ങൾ അവിടെ ഒന്നും ഇല്ല. എന്തായാലും താത്താക്ക് നല്ല ഭാഗ്യമുണ്ട്, ഇവിടെ വന്നൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ എടുത്ത് കച്ചവടം ചെയ്യാൻ പറ്റുമല്ലേ എന്ന്. അപ്പം ഞാൻ ഈ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്തൊക്കെ ഞാൻ ഈ ജാറിൽ വരുന്ന കപ്പലണ്ടി മിഠായി അതുപോലുള്ള വെറൈറ്റി മിഠായികളൊക്കെ ഞാൻ എടുത്ത് കടകളിലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ബോർഡ് ഐറ്റംസ് മാത്രം ആക്കി. അപ്പോൾ നമുക്ക് അത്യാവശ്യം വണ്ടിയിൽ വെക്കാനുള്ള സാധനങ്ങൾ കൂടുതലായപ്പം പിന്നെ ഇത് കൊണ്ടുപോകാൻ പറ്റാണ്ടായപ്പോൾ എങ്ങനെ അത് നിന്ന് പോയി. അപ്പോൾ ഇനിയും എടുക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരുപാട് വെറൈറ്റി മിഠായികളാണ്. ഇതെല്ലാം നമുക്ക് ബോർഡാക്കിയിട്ട് കൊടുക്കാൻ പറ്റിയ മിഠായികളാണ് കേട്ടോ. ഇതൊക്കെ പല ഫ്ലേവറിലും വരുന്ന മിഠായികളാണ്. അപ്പോൾ ഞാൻ അതായത് നമുക്കിത് പാക്ക് ചെയ്ത് കടയിൽ കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഇതാ ഈ മിഠായികളൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ കടയിലും കൂടെ സാധനങ്ങൾ തീർന്നിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ കവർ മേടിക്കണം, അതുപോലെ കുറച്ച് ഐറ്റംസും കൂടെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം പോവാൻ. അപ്പോൾ ഞാൻ ഈ ചെറി എടുക്കാനായിട്ട് വന്നതാണ്. നമ്മുടെ ബാലൻസ് സാധനങ്ങളാണ് സഞ്ചിയിലുള്ളത്. അപ്പോൾ ഞാൻ ചെറിയൊക്കെ എടുത്ത് അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കണം, കടയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.